ഈ അതിലൂടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ മറന്നുപോയി. ശരിക്കും പ്രേക്ഷകൻ കുറച്ച് നേരമായിട്ട് എന്തുകൊണ്ടാ ചോദ്യം ചോദിച്ചില്ല എന്ന് ആലോചിക്കുന്നുണ്ട്. ഈ ഹെയർ സ്റ്റൈൽ സത്യമായിട്ടും അവരാലോചിക്കുന്നുണ്ടാവും. ഇയാളെന്താ ചോദിക്കാതെ ഇയാൾ ഉണ്ട കണ്ണ് രണ്ടെണ്ണം ഉണ്ടല്ലോ, എന്നിട്ട് ഇയാൾ ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. പള്ളി പോലെ ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഹെയർ സ്റ്റൈല് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഹെയർ സ്റ്റൈല് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാനത് അങ്ങനെ ചെയ്യുന്നു. ഒരുപാട് പേര് ചോദിക്കും കുളിക്കില്ലേ എന്നൊക്കെ. ഞാനൊരു ഡൈവിങ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ജോലി തന്നെ നമ്മൾ പറയില്ല, ഉഭയജീവികൾ ഈ തവളയും മുതലൊക്കെ പോലെ കരയിലും കടലിലും നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു 24 hours 18-19 മണിക്കൂർ നമ്മൾ വെള്ളത്തിലാ. ബാക്കിയൊന്നും ഉറങ്ങാനും കഴിക്കാനും വേണ്ടി മാത്രമാണ് നമ്മള് കരയിലേക്ക് വരുന്നത്. മുടിയുടെ ഒരു കാര്യം പറയാം, വേറെ റിസർച്ച് ആണ്. നമുക്ക് ഈ മുടി വളർത്തിയാലുണ്ടല്ലോ, നമുക്ക് എറ്റേണൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. എറ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു ജ്ഞാനം കിട്ടാതെ നമ്മുടെ ശരീരത്തിന് ഇല്ല, നമ്മുടെ ശരീരത്തിന്റെ സീരിയസ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ മുടി. നമ്മുടെ ഒരു ഭാഗം മുറിച്ച് കളയല്ലേ, അപ്പൊ ആ ഭാഗം ഇരിക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. തമാശയല്ല പറഞ്ഞത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്ത മുടി വളർത്തുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഇതിനകത്ത് കെരാട്ടിനുണ്ട്. വെട്ടർ എന്നാണ് ഞാൻ പറയുന്നത്. സ്വാമിമാര് മുടി വെട്ടാറില്ലല്ലോ. ഞാൻ ഈ ഹിമാലയത്തിലൂടെ, ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യ മുതൽ അങ്ങ് കിലോമീറ്ററുകൾ കിടക്കുക, കോടാനുകൂടിയില്ല. അപ്പൊ ഇവിടെ പല സ്ഥലങ്ങളിലും സ്വാമിമാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. പല ഗുഹകളിലും ഞാൻ പോയിരുന്നിട്ടുണ്ട്. ടോപ്പിലെത്താൻ എവറസ്റ്റിന്റെ ടോപ്പിൽ ഞാൻ എത്തി. പക്ഷെ ഞാൻ ഈ സ്വാമിമാരെ കുറിച്ച് പറഞ്ഞ കൊടി കുത്താൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അവിടെ കൊടി പ്രദർശിപ്പിച്ചിട്ട് തിരിച്ചു വരിക ചെയ്യുന്നത്. ഇതേ പറഞ്ഞ പോലെ അന്റാർട്ടിക്കയിലായ എല്ലാത്തിനും തെളിവ് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കും. രണ്ട് ദുഷ്ടബുദ്ധിയാ, മനസ്സിലായി. രണ്ട് നമ്മൾ അവിടുത്തെ GPS കോർഡിനേറ്റ്സ് എടുക്കും. മൂന്നാമത്തെ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കില്ല പോകുന്നത്, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഒഫീഷ്യലായിട്ട് കയറിയതായിട്ട് പറയുന്നത്. ഞാൻ നോർത്ത് അമേരിക്കയിൽ ISTBക്ക് പോയി, സൗത്ത് അമേരിക്കയിൽ ISTBക്ക് പോയി, അന്റാർട്ടിക്കൽ ISTBക്ക് പോയി. ഒരു മലയാളി അന്റാർട്ടിക്ക ISTBക്ക് പോയിട്ടുള്ളൂ. എവറസ്റ്റിൽ ഏഷ്യയിലെ ISTBക്ക് പോയി, ആഫ്രിക്കയിലെ ISTBക്ക് പോയി, ഓസ്ട്രേലിയയിലെ ISTBക്ക് പോയി, യൂറോപ്പിലെ ISTBക്ക് പോയ ഒരാളാണ് ഞാൻ. ഇത്രയും യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ട് സ്വാമിമാര് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വേറെ ഇതോട് പറയല്ല, ഞാൻ കുറച്ച് ആധ്യാത്മികതയിലേക്ക് ഇറങ്ങിയതാ. നമ്മള് അതൊക്കെ ശരി തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.